ഈ ഒരു ചിന്ത നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ആളുകൾ എന്ത് വിചാരിക്കും? എന്ത് കാര്യം പറയുമ്പോഴും ഞാൻ പറഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ, ഞാൻ പറഞ്ഞത് ശരിയാകുമോ എന്നിങ്ങനെയുള്ള പല പല കാരണങ്ങൾ നമ്മളെ പിന്നോട്ട് വലിച്ച് അവിടെ എത്തും. പിന്നെ ഒരിക്കലും നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ആൾക്കാരെന്ത് വിചാരിക്കും. ആളുകളെ നോക്കിക്കൊണ്ടിരുന്നാലും ഒരു കാര്യവും നടക്കത്തില്ല കേട്ടോ. അതിപ്പോൾ ആത്മീയ കാര്യത്തിലാണെങ്കിൽ പോലും ചിന്തിച്ച് നോക്കിയേ, നമ്മളൊന്ന് കൈകൂടി പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ ഭക്തനാണ് എന്ന് ചിന്തിക്കും. അത് ഞാൻ ഇന്ന് മുട്ടയെ കുത്തി പ്രാർത്ഥിച്ചാലും, ഞാനത് കരഞ്ഞാലും, ഞാൻ ഉറക്ക സ്തുതിച്ചാലൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത് ഭ്രാന്താണോ, ഞാൻ കൊന്തയിട്ട് നടന്നാലും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നാണക്കേടാവുന്ന കാരണം ആൾക്കാരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, പിന്നെ എന്താ ഇങ്ങനെ എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ എന്ത് ചെയ്യും, ഈ ആത്മീയ കാര്യങ്ങളിൽ പോലും പിന്നോട്ട് വലിക്കും. എന്നിങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഒന്ന് പരിശോധിച്ച് നോക്കിയേ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഫരിസയരെ ഭയന്നിട്ട് തങ്ങൾ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന പേടി കൊണ്ട് തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയാൻ അവർ മടി കാണിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? മനുഷ്യരെ പ്രീതിപ്പെടുത്തുക, ഇവരെയൊക്കെ സുഖിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ശരിക്കും നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ്? മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണോ, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവൃത്തികളും? ഇത് രണ്ടും പ്രശ്നമാണ്. ഞാനിത് ചെയ്താൽ അവരെന്ത് കരുതും, ഞാനിത് ചെയ്തില്ലെങ്കിൽ അവരെന്ത് കരുതും? അതുകൊണ്ട് ഈ രണ്ട് ചിന്തയും നമുക്ക് വേണ്ട. ചോദ്യം ഇതാണ്, മനുഷ്യരെ പ്രീതിപ്പെടുത്തുകയാണോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണോ നിന്റെ ലക്ഷ്യം?